വൈ ഷുഡ് വി ഹയർ യു? ഞങ്ങൾ നിങ്ങളെ എന്തിനു ജോലിക്കെടുക്കണം? ഈ ഒരു ചോദ്യം അഭിമുഖീകരിക്കാത്ത ഒരു ഉദ്യോഗാർത്ഥി പോലും ഉണ്ടായിരിക്കില്ല, അല്ലേ? പൊതുവെ ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിലോടുന്ന ഉത്തരം എന്തൊക്കെയാണ്? നിങ്ങൾക്ക് ജോലിക്ക് ഒരാൾ ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് നിങ്ങൾ ഹയർ ചെയ്തു. അല്ലെങ്കിൽ എനിക്ക് ജോലി ആവശ്യമാണ്, അതുകൊണ്ട് നിങ്ങൾ എന്നെ എടുക്കണം. അതുമല്ലെങ്കിൽ എനിക്ക് ഉത്തരം അറിയില്ല. ഇതിലേതെങ്കിലുമൊക്കെ ആയിരിക്കും. എന്നാൽ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇതുവരെ ഹയർ ചെയ്യപ്പെടാഞ്ഞത്. അപ്പോൾ എങ്ങനെ ഇതിന് കൃത്യമായി ഉത്തരം പറയാം? ശ്രദ്ധിക്കുക. ഈ ഒരു ചോദ്യം കമ്പനി ചോദിക്കുന്നതിൻ്റെ പിന്നിലെ ഉദ്ദേശം ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഒരു HR പ്രൊഫഷണൽ എന്ന രീതിയിൽ എൻ്റെ എക്സ്പീരിയൻസിലൂടെ കമ്പനി ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്, ഈ ഒരു വേക്കൻസി വന്നു കഴിഞ്ഞാൽ, ഉദാഹരണമായി ഒരു കമ്പനിയിലൊരു സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നു. ആ സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നാൽ കമ്പനി അവിടെ റിക്വയർ ചെയ്യുന്നൊരു സ്കില്ലുണ്ട്. ഉദാഹരണം കമ്മ്യൂണിക്കേഷൻ സ്കില്ലായിരിക്കും. ആ സ്കില്ല് നിങ്ങൾക്കുണ്ടോ എന്നറിയാനാണ് ആദ്യമായി ആ ഒരു ചോദ്യം ചോദിക്കുന്നത്. അങ്ങനെ ഒരു സ്കില്ലുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ആ കമ്പനിക്ക് യൂസ്ഫുൾ ആകുന്നത് എന്ന് നിങ്ങളിലൂടെ തന്നെ മനസ്സിലാക്കാനും കൂടി വേണ്ടിയിലാണ് ഈ ഒരു ചോദ്യം കമ്പനി ചോദിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതുകൂടിയും പറയാം. അപ്പോൾ കമ്പനിക്ക് നിങ്ങളുടെ സ്കില്ലും ആ സ്കില്ല് ജോബിന് മാച്ചാവുന്നുണ്ടോ എന്നും, മാച്ചായാൽ കമ്പനിയുടെ ഗോൾ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് കമ്പനിക്ക് എൻഷുർ ചെയ്യാൻ വേണ്ടിയിലാണ് ഈ ഒരു ചോദ്യം പൊതുവെ ചോദിക്കാറ്. അപ്പോൾ എങ്ങനെ ഇതിന് ഉത്തരം പറയാം? ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. എന്നോട് ചോദിക്കുകയാണ് വൈ ഷുഡ് വി ഹയർ യു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആദ്യം ഹൈലൈറ്റ് ചെയ്യേണ്ടത് എൻ്റെ സ്കില്ലാണ്, ആ ജോബിന് മാച്ചാവുന്ന എൻ്റെ സ്കില്ല്. രണ്ടാമത് അത് കമ്പനിക്ക് എങ്ങനെ പ്രയോജനപ്പെടും. മൂന്നാമത് എൻ്റെ പ്രീവിയസ് എക്സ്പീരിയൻസ്. ഞാൻ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. എന്നോട് ചോദിക്കുകയാണ് ഞങ്ങൾ നിങ്ങളെ എന്തിനെടുക്കണം. ഞാൻ പറയുകയാണ് എനിക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്. എൻ്റെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പ്രകാരം മുമ്പത്തെ സ്ഥാപനത്തിൽ 30% ക്ലയൻസിനെ സാറ്റിസ്ഫൈഡ് ചെയ്യാൻ സാധിച്ചു. കസ്റ്റമർ ഇഷ്യൂസ് എനിക്ക് പരിഹരിക്കാൻ സാധിച്ചു. ഇതേ സ്കില്ല് ഞാൻ നിങ്ങളുടെ കമ്പനിയിൽ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കമ്പനിയിൽ നിലവിലുള്ളതോ അല്ലെങ്കിൽ ഭാവിയിൽ വരുന്നതോ ആയിട്ടുള്ള ഇഷ്യൂസ് സോർട്ട് ചെയ്യാനും അതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നൽകി ക്ലയൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാനും എനിക്ക് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ ഒരു കഴിവ് പ്രകാരം നിങ്ങൾക്ക് കൃത്യമായ വളർച്ച നിങ്ങളുടെ കമ്പനിയിൽ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ എൻ്റെ കഴിവ് പറഞ്ഞു, എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞു, കമ്പനിയിൽ അതെങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ വേണം വൈ ഷുഡ് വി ഹയർ യു എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ലക്ക്. ഇതുപോലെ മറ്റു ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.